എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറ് ഇതാണ്. അപ്പോൾ മെയിൻ ഡോറ് കടന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു മിററും അതുപോലെ തന്നെ ഷൂ റാക്കും പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റും പിന്നെ ഇരിക്കാനായിട്ട് 2 ചെയറുകളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷൂ റാക്കിന് മുകളിലായിട്ട് സാനിറ്റൈസറും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഷൂ റാക്ക് 4 അറകളുള്ളതാണ്. അപ്പോൾ ഷൂ റാക്ക് നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് വാങ്ങിച്ചത്. കാരണം ഇവിടെ വിൻ്ററിലും അതുപോലെ തന്നെ സമ്മറിലും ഒക്കെ വേറെ വേറെ ഷൂസാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഓരോ അറകളിലും 2 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് XXXLutz എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. നമ്മൾ നേരെ ഒരു പാസേജാണ്. പാസേജിൻ്റെ 2 സൈഡിലായിട്ട് വാർഡ്രോബ്സാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ജാക്കറ്റ്സൊക്കെ ഇടാനായിട്ട് ഉള്ള ഒരു ഇതാണ്. നേരെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. പിന്നെ നമ്മൾ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചണും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ പ്ലസ് ലിവിങ് റൂമുമാണ് ഉള്ളത്. കിച്ചൺ ടൂർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ കിച്ചൻ്റെ പൊസിഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ 2 സൈഡിലായിട്ടാണ് ഉള്ളത്. പാരലലായിട്ടുള്ള 2 സ്ലാബുകളാണ്. അതുപോലെ തന്നെ കിച്ചൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെഡ്റൂമുണ്ട്. കിച്ചൺ സ്ലാബിന് തൊട്ടടുത്തായിട്ട് നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് കിച്ചൺ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റോറേജാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നീണ്ടു നിവർന്നൊരു ഹാളാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഡൈനിങ്ങും ലിവിങ് ഏരിയയും കിച്ചണും എല്ലാം വരുന്നത്. അപ്പോൾ ഇത് തൊട്ടടുത്തായിട്ട് നമ്മളൊരു ലാഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാഡറിൽ നമ്മൾ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നല്ല 2 വലിയ വിൻഡോസും ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇത് കിഴക്ക് ഭാഗമാണ്. രാവിലെ നല്ല ഇളം വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ജനൽ തുറന്ന് ഇരുന്നാൽ മതി. അപ്പോൾ ഈ ബെഡ്റൂമിൽ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റ് വാങ്ങിയത് PEAB എന്ന് പറഞ്ഞ ബിൽഡറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവർ തന്നപ്പോൾ തന്നെ നമുക്ക് വിൻഡോസിലൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റബിൾ കർട്ടൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്ലോത്തിൻ്റെ കർട്ടൻ ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടില്ല. അതിനി വഴിയെ നമ്മൾ പതുക്കെയാണ് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ വന്നിട്ട് ഒരു വാർഡ്രോബാണ് വന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പണിയാം. പക്ഷെ നമ്മളിപ്പം ആ പണിയേണ്ട സ്ഥലത്ത് നമ്മളിപ്പോൾ ടേബിളാണ് വെച്ചിരിക്കുന്നത്. ബെഡിൻ്റെ സൈഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാർഡ്രോബ്സ് പണിയാം. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ബെഡിൽ 4 വലിയ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ പഴയ ഹോം ടൂർ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഇനി ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ കിച്ചൺ വഴി വന്നാൽ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ബെഡ്റൂം നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് പോകുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇത് കിഡ്സ് റൂമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രെഡ്മില്ലൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ അല്ലാതെ വേറെ സ്ഥലം നമുക്കിപ്പോൾ തൽക്കാലമില്ല. അതുകൊണ്ട് അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടേബിൾ ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കളിക്കാനുള്ള ഒരു കിച്ചൺ യൂണിറ്റും അതുപോലെ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റുമാണ് ഈ റൂമിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അലമാരയുണ്ട്. അപ്പോൾ നമ്മൾ പഴയ വീട്ടിൽ തന്നെയുള്ള അലമാരയാണ്. കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബെഡ് വളരെ പൊക്കം കുറഞ്ഞൊരു ബെഡാണ്. നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന അതേ ബെഡ് തന്നെയാണ്. അപ്പോൾ അവരുടെ സേഫ്റ്റി കരുതി നമ്മൾ ഇപ്പം തൽക്കാലം അത് മാറ്റുന്നില്ല. 3 സൈഡിലായിട്ട് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് റൂമിലേക്ക് പോകാം. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ലിവിങ് റൂമിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ലാപ്ടോപ്സും ക്യാമറ കാര്യങ്ങൾ അതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റിലാണ്. അതുപോലെ തന്നെ കിഡ്സിൻ്റെ സ്കൂളിലേക്ക് പോകുന്നുള്ള ഡ്രസ്സുകൾ ഒക്കെ വെച്ചിരിക്കുന്നത് ഈ യൂണിറ്റിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മിററും അതുപോലെ തന്നെ ഒരു വലിയൊരു ഫ്ലവർ വേസും ലാമ്പും പിന്നെ കുറച്ച് ക്യാൻഡിൽസും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഐഡിയ എനിക്ക് കിട്ടുന്നത് IKEAയിൽ നിന്നാണ്. അപ്പോൾ IKEAയിൽ പോയപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റും അതിന് മുകളിലായിട്ടൊരു പെയിൻറ്റിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ക്ലോക്കും നമ്മുടെ സിൽവർ പ്ലേ ബട്ടണും വെച്ചിട്ടുണ്ട്. അപ്പം ലിവിങ് റൂമിൽ നിന്ന് നേരെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൽക്കണിയാണ്. അപ്പോൾ ബാൽക്കണിയിൽ ഇപ്പം കുറച്ച് പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തണുപ്പൊക്കെ ആയി വരുവാണ്. അപ്പോൾ ചെടികളൊക്കെ പതുക്കെ പോകാൻ തുടങ്ങും. തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്ത് എല്ലാം പോയിട്ട് വീണ്ടും അതേപോലെ തന്നെ പുതിയ തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരത്തൈകൾ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളർന്ന് വലുതായി. അപ്പോൾ ഇതുവരെ ഞാൻ അത് പിച്ചിയിട്ടില്ല.
പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് പൂക്കളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി എല്ലാം കായ്ച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനി അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണിയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുളകും തൈകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ചെറിയൊരു പുഴു പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിട്ട് ഇലകളൊക്കെ കുറച്ചൊന്ന് മുരടിച്ച് പോയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അത് ഇപ്പോൾ ഒരുമാതിരി അത് ഇല്ലാതായിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് അതുപോലെ തന്നെ ഉണ്ട്. ഓറഞ്ച് നമ്മൾ ഇടയ്ക്ക് കുട്ടികൾ പറിക്കാറുണ്ട്. ഭയങ്കര പുളിയാണ്. ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ നീണ്ടാണ് നമ്മുടെ ഹോളും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വ്യൂ. ഇനി ലിവിങ് ഏരിയയിൽ നമ്മളൊരു സോഫ, ഒരു സെൻറ്റർ ടേബിൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഫയും സെൻറ്റർ ടേബിളും ഒക്കെ നമ്മൾ ഐക്കിയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാർപ്പറ്റ് നമ്മൾ യിസ്കിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. JYSK യിസ്ക് എന്ന് പറഞ്ഞ ഒരു കടയാണ്. ലിവിങ് റൂമിലും ഇതുപോലെ 2 നല്ല വലിയ വിൻഡോസ് ഉണ്ട്. അപ്പോൾ അവിടെ പടികളുണ്ട്. അപ്പോൾ അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോഫയുടെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സ് എല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് XXXLutz എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. അവിടെ ഒരുപാട് പെയിൻറ്റിങ് കളക്ഷൻസ് ഉണ്ട്. ഈ മണി പ്ലാന്റ് നമ്മുടെ പഴയ വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അന്ന് ചെറുതായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് താഴേക്ക് പടർന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ പോട്ടിലാക്കിയിട്ട് മറ്റൊരു ഇതിൽ കൂടെ ആക്കണം എന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്. നമ്മളിനി ബാത്റൂം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ഇതൊരു ബാത്റൂം പ്ലസ് ലോണ്ട്രിയും കൂടിയാണ്. നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വാഷിംഗ് മെഷീനും ഡ്രയറും നമ്മുടെ ബിൽഡർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ ലോണ്ട്രി ഏരിയയുടെ മുകളിലായിട്ട് മുഴുവനായിട്ടും സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മുടെ കോസ്മെറ്റിക്സും കാര്യങ്ങളും ടിഷ്യൂ പേപ്പർ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്ഥലവും ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ നമ്മൾ ഈ വീട് നമ്മൾ കിട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എംപ്റ്റി ആയിട്ടുള്ള ഒരു വീടാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാലുകാച്ചിൻ്റെ വീഡിയോ ഒക്കെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ പാലുകാച്ചിന് നമ്മൾ വീടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വീട് എംപ്റ്റി ആയിട്ട് കിട്ടിയപ്പോൾ എങ്ങനെയിരുന്നു എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് എംപ്റ്റി ഹോം. അപ്പോൾ നമുക്കന്ന് നമ്മൾ പാല് കാച്ചിയ ദിവസമാണ്. അപ്പോൾ അന്നാണ് നമുക്ക് കീ കിട്ടിയത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മൾ ഇന്നലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണസദ്യയുടെ ഒരു മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ സ്റ്റൈലുള്ളത്. അതുപോലെ ഒരുപാട് ഓണം റെസിപ്പീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.